ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. അതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് സൈഡ് നമുക്ക് ലീക്കായിട്ട് നമ്മളത് ഓയിൽ സീൽ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ അതിൻ്റെ ഓയിൽ സീൽ, ഡസ്റ്റ് സീല്, അതിൻ്റെ ഓയിൽ സീൽ ലോക്ക് അടക്കം എല്ലാം ഫുൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫോർക്ക് പൈപ്പ് ചെറുതായിട്ടൊരു തേയ്മാനമുണ്ട്. ആ ഓയിൽ സീൽ വർക്ക് ചെയ്യണം, നല്ല ലീക്ക് ഉണ്ടായല്ലോ. ആ പൈപ്പിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു തേയ്മാനം കാണുന്നുണ്ട്. തൽക്കാലം ഓയിൽ സീൽ മാറ്റി നിൽക്കും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ അത്ര പെർഫെക്റ്റ് എന്ന് പറയാം, 100% പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് പൈപ്പിൻ്റെ അവസ്ഥ കേട്ടോ. എന്നാലും നമുക്ക് ഓയിൽ സീൽ മാറ്റിയിട്ട്, അപ്പോൾ ഈ ഓയിൽ സീലിൻ്റെ കണ്ടീഷനൊക്കെ ഇതൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോൾ ഓയിൽ സീൽ ഫ്രഷായി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ രീതിയിൽ നിന്നോളും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്ന് വെച്ചാൽ ഫ്രണ്ട് മൺകാടിൻ്റെ ബ്രാക്കറ്റ് ഒടിഞ്ഞു വേണ്ടതിൻ്റെ ഉള്ളിൽ, അതായത് ആ ബോൾട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് തിരിഞ്ഞു വന്നിട്ട്, അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിടണം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ചെയ്യണതിൻ്റെ ഓയിൽ സീല്, ഡസ്റ്റ് സീല്, ക്ലിപ്പ് കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഫോർക്ക് ഓയിൽ പുതിയത് ഒഴിച്ചിട്ടാണ് സെറ്റ് ചെയ്യണത്. ഫോർക്ക് പൈപ്പ് തലയിൽ പഴയത് തന്നെയാണ് യൂസ് ചെയ്യണത് കേട്ടോ. പിന്നെ ഫ്രണ്ട് ബാക്കിലത്തെ ടയറിൻ്റെ ഭാഗം ഒന്ന് അഴിച്ചിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വീതി കൂടുതലുള്ള മോഡലായതുകൊണ്ടാണ് ആ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്ന സൈഡിലിട്ടാ. അതൊന്ന് കറക്റ്റ് അലൈൻമെൻറ്റിലേക്ക് ആക്കിയിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ടേക്കാം, നമുക്ക് സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ തരാം. വൈകുന്നേരം ആവും തീരുമ്പോഴത്തേക്കും കേട്ടോ. ഞാൻ എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്തേക്കാം. ഓക്കെ.